പ്രചാരണത്തിലെ സമ്പത്തല്ല ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയരഹസ്യമെന്ന് മുതിർന്ന ബി.ജെ.പി. നേതാവ് കെ രാമൻപിള്ള ചൂണ്ടിക്കാട്ടുന്നു. കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ മത്സരിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കെ രാമൻപിള്ള. പഴയകാലത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന ബി.ജെ.പി. നേതാവ് ശ്രീ കെ രാമൻപിള്ളയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രീതിയൊക്കെ വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് മാറ്റങ്ങളാണ്, ധാരാളം മാറ്റങ്ങളാണ് ആ പ്രചാരണത്തിൻ്റെ രീതിയിലൊക്കെ വന്നിരിക്കുന്നത്. സാറിൻ്റെയൊക്കെ തുടക്കകാലത്തെ തെരഞ്ഞെടുപ്പ് സമയത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ആദ്യം 75 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. അന്ന് എനിക്ക് 15 വയസ്സേ ഉള്ളൂ. അന്നത്തെ പത്മനാഭൻ ആർ ശങ്കർ എന്നിവർ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരാവശ്യപ്പെടാതെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചുമതലയിൽ ആദ്യമായിട്ടൊരു ഇലക്ഷൻ വർക്ക് നടന്നത് 1953 തിരുക്കൊച്ചിയിലേക്ക് നടന്ന ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻ്റെ വീടിരിക്കുന്ന വാർഡിലായിരുന്നു. അവിടെ പ്രബല രാഷ്ട്രീയ കക്ഷികൾ, അന്ന് ഇത്രയധികം പാർട്ടികളില്ല, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു സ്ഥാനാർത്ഥികൾ നിർത്തിയ സമയത്ത് അതിനെതിരായിട്ട് ഒരു സ്വതന്ത്രനെ നിർത്താനുള്ള സാഹസം ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾക്കാർക്കും, എനിക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. കാരണം 18 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരു സാധാരണക്കാരനായ ഒരു കർഷകനെ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, പോസ്റ്ററില്ല, പൊതുയോഗമില്ല, ആർഭാടമുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വീട് തോറും കയറി ഇറങ്ങി പലതവണ വീടുകൾ സമ്പർക്കം ചെയ്ത് വോട്ട് ചോദിച്ചു. അവസാനം അത്ഭുതമെന്ന് പറയട്ടെ, 2 പ്രബലരായ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു. ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സമ്പർക്കമാണ്. പക്ഷേ പണത്തിൻ്റെ ശക്തിയല്ല, പ്രവർത്തനം കൊണ്ട് വിജയിക്കാൻ കഴിയും എന്ന ആദ്യത്തെ അനുഭവം ഉണ്ടായിരുന്നു. 1991 അസംബ്ലിയിലേക്ക് മത്സരിച്ചു. 96 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. 99 മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അങ്ങനെ 3 തവണ മത്സരിച്ചു. സാറിൻ്റെ രാഷ്ട്രീയ എതിരാളികളായിരുന്ന കോൺഗ്രസിലായാലും CPM-ലായാലും അത്തരം നേതാക്കളുമായുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തെ ബന്ധമൊക്കെ എങ്ങനെയാണ്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആയിരുന്നു എതിരായിട്ടുണ്ടായിരുന്നു. ഈ 3 സമയവും പ്രധാന പ്രതിയോഗികൾ അവരായിരുന്നു. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും വ്യക്തിപരമായ വിദ്വേഷം ഇല്ല എന്ന് മാത്രമല്ല, അവരോട് വളരെ സൗഹാർദ്ദം ഉണ്ടായിരുന്നു. അവരക്കാലത്ത് ഇവിടെ വരുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ പി ഗോവിന്ദപിള്ള, ശങ്കരനാരായണൻ തമ്പി, കേരളത്തിൻ്റെ ആദ്യത്തെ സ്പീക്കർ, അതുപോലെ 2 തവണ മാർക്സിസ്റ്റ് MP ആയിരുന്ന, കമ്മ്യൂണിസ്റ്റ് MP ആയിരുന്ന VP നായർ, അതുപോലുള്ള ആളുകൾ ഇവിടെ സാധാരണ വരുമായിരുന്നു. ചർച്ച ചെയ്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. BJP ഓഫീസ് ആയിരുന്നപ്പോഴും ഇവിടെ വരുമായിരുന്നു. BJPയുടെ ഓഫീസായിരുന്നു ഒന്ന്. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കളുമായിട്ടും ഇവിടെയും പുറത്തും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. രാഷ്ട്രീയവും അല്ലാത്ത വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. സൗഹാർദ്ദത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത്, വിദ്വേഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്കിടയിൽ അത്തരത്തിലൊരു സൗഹൃദം, പണ്ടുണ്ടായിരുന്ന പോലുള്ളൊരു ഊഷ്മളമായ സൗഹൃദം ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്കിടയിലുണ്ടോ? നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്നുള്ളത്. പക്ഷേ പണ്ടത്തെക്കാൾ കൂടുതൽ, പണ്ടത്തെ ഇല്ലായിരുന്ന വ്യക്തി വിദ്വേഷവും വ്യക്തി അധിഷ്ഠിതമായ പ്രചരണവും ഇപ്പോൾ കൂടുതലാണ്.